മാൻഡ്രേക്ക് പിണറായി വിജയൻ എന്നാണ് എല്ലാവരും പറയാറ്, പ്രത്യേകിച്ച് കേരളത്തിലെ സംഘികളും ബാക്കിയുള്ള ആൾക്കാരും. സത്യത്തിൽ ഈ മാൻഡ്രേക്ക് പിണറായി അല്ല, നമ്മുടെ താടീജി പോയ സ്ഥലങ്ങളിലെ പ്രധാനമന്ത്രിമാരൊക്കെ രാജിവെച്ച് പോകേണ്ട അവസ്ഥയാണ്. ഏത് നമ്മളുമായിട്ട് ട്രേഡും ടേംസും ഉണ്ടാക്കും, നമ്മൾ US പണി കൊടുക്കുന്നു പറഞ്ഞ് പോയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ കഴിഞ്ഞ 2 ആഴ്ചയിൽ 2 പ്രധാനമന്ത്രിമാരെ രാജിവെച്ചത്. ഈ വാർത്ത നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഏതെങ്കിലും സംഘികൾ കേട്ടിരുന്നോ? ഇല്ലെങ്കിൽ ഇതായി വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി കഴിഞ്ഞ അടുത്ത ദിവസമായിരുന്നു ജപ്പാനിലോട്ട് ഒരു യാത്ര പോയത് അല്ലേ. ആ പോകുമ്പം നമ്മളെ നാട്ടിലെ പ്രധാനപ്പെട്ട മോദി മീഡിയ, ഗോദി മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചില സംഘ ചാനലുകളും പിന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന വാർത്ത, മോദിജി അവിടെ പോയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിനെ കണ്ട് നമ്മൾ അമേരിക്കയായിട്ടുള്ള തീരുവ പ്രശ്നമുള്ളതുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ജപ്പാനുമായിട്ട് പുതിയ ട്രേഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ പോകാമെന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. ആ പോയത് ഈ കഴിഞ്ഞ 29-ാം തീയതി ആയിരുന്നു കേട്ടോ, കഴിഞ്ഞ ഓഗസ്റ്റ് 29-ാം തീയതി. അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പം അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ചു. അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷീബ പുള്ളി കഴിഞ്ഞ ആഴ്ച രാജിവെച്ചു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപുമായിട്ട് ജപ്പാന്റെ തീരുവ എന്ന് പറഞ്ഞാൽ 15%, നമുക്കിവിടെ 50% ഉള്ളത് 15% ആയതുകൊണ്ട് അതുപോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവിടുത്തെ ഒരു അവിശ്വാസ പ്രമേയം വന്നു. പുള്ളിനെ അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ പാർലമെന്റിൽ നിന്ന് പുള്ളി രാജിവെക്കേണ്ടി വന്നു. അത് കാരണം ഈ ഒരു 15% പോലും തീരുവ US വരെയുള്ള തീരുവ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് US പ്രസിഡന്റുമായിട്ട് അവർ ചർച്ച ചെയ്ത് അതൊരു 10 ആക്കണം. അത്ര ആക്കിയില്ല. ഇത്രയും തീരുവ US കൊടുത്ത് നമ്മൾ സാധനങ്ങൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സാമ്പത്തിക നയത്തിന് അത് ബാധിക്കും, അവിടെ GDP ബാധിക്കും. കാരണം ജപ്പാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധനം പോകുന്ന അമേരിക്കയിലോട്ടാണ്. ജപ്പാന്റെ ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് കാറുകളും മറ്റ് കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ജപ്പാനിന് ബാധിക്കും, നമുക്ക് ഒരു സാമ്പത്തിക മാന്ദ്യം വരും. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് സംസാരിച്ച് തീരുമാനമാക്കാൻ പറ്റാത്ത പ്രധാനമന്ത്രി അവിടെ രാജിവെക്കേണ്ടി വന്നു. ആ സ്ഥലത്തോട്ടാണ് നമ്മുടെ ഇന്ത്യ 50% തീരുവട്ടെ നമ്മുടെ ഇന്ത്യ, അതായത് പുതിയ ട്രേഡ് നടത്താൻ വേണ്ടി ജപ്പാനിലോട്ട് പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് ഈ പറഞ്ഞ പ്രധാനമന്ത്രിനെ കൂടെ കൂട്ടി 2-3 സെൽഫി കാര്യങ്ങളും 3-4 PR വർക്കും 3-4 ഫോട്ടോഷൂട്ടും എടുത്ത് നമ്മുടെ മോദിജി വന്നു. അതിവിടെ കൊട്ടിഘോഷിച്ച് നമ്മുടെ ഗോദി മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളിലൊക്കെ നടത്തി. അതിനുശേഷം ഇയാൾ റിസൈൻ ചെയ്ത കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോദിജി മൂഞ്ചും എന്നറിയുന്നത് കൊണ്ട് അത് നമ്മുടെ ഒരു ചാനലുകളും പ്രത്യേകിച്ച് ഗോദി മീഡിയ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഈ പാവപ്പെട്ട സംഖ്യകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ട് ഇപ്പം? അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ മോദി സർക്കാർ PR വർക്കിന് വേണ്ടിയിട്ട് ടൂറ് പോയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പല ഫോട്ടോസും പല സംഭവങ്ങളും കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ, അതായത് ഇന്ത്യക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കും, ജപ്പാൻ ജോലി കൊടുക്കുക എന്നുള്ളൊരു കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അത് 2022 കരാറായിരുന്നു കേട്ടോ. അത് വീണ്ടും ഒന്ന് എടുത്ത് കാണിച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയതാണ്. അതല്ലാണ്ട് ജൂലൈയിൽ തന്നെ സ്ഥാനം പോയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഈ പറഞ്ഞ ഇഷീബ. അതായത് പുള്ളി ഇപ്പോൾ ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രി മാത്രമായിരുന്നു. അത് ഈ സെപ്റ്റംബർ 1 അതും തീർന്നു. അതിൻ്റെ 2 ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിച്ച് കൈയെടുത്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, നമ്മളും ജപ്പാനായിട്ട് പ്രത്യേകിച്ച് ഒരു ട്രേഡും ഒരു സാധനം ഒരു മണ്ണാങ്കട്ടിയും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അതാണോ നമ്മുടെ സംഖ്യയിലൂടെ പറഞ്ഞു നടക്കുന്നത്? അല്ല. അതൊരു കാര്യം. അത് കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചു. പുള്ളിയുടെ പേര് ഹൊസ ബേറു എന്നാണ്. പുള്ളി ഇന്നലെ രാത്രി മെനഞ്ഞാന്നായിട്ട് രാജിവെക്കാനുള്ള കാരണം ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതായത് നമ്മുടെ മോദിജി അന്ന് നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന കാര്യം എന്തായിരുന്നു? നമ്മൾ ജപ്പാനുമായിട്ട് ടൈപ്പ് വെക്കും, നമ്മൾ ചൈനയായിട്ട് ടൈപ്പ് വെക്കും, നമ്മൾ ഇനി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് പോകും, മറ്റ് യൂറോപ്യൻ ഷെങ്കൻ രാജ്യങ്ങളിലോട്ട് പോയിട്ട് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഇങ്ങനത്തെ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ പുതിയ ട്രേഡും കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ട് നമ്മൾ അമേരിക്കയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മോദിജി, നമ്മുടെ ഇത്തരം വിശ്വഗുരുവായിട്ടുള്ള മോദിജി, വിശ്വപുരുഷനായിട്ടുള്ള മോദിജി നമ്മളെല്ലാത്തിൽ നിന്നും കരകയറ്റി കൊണ്ടുവരാന്നൊക്കെ അല്ലേ പറഞ്ഞത്. ആ പറഞ്ഞ കൂട്ടത്തിലുള്ള അടുത്ത പ്രധാനമന്ത്രി ഇന്നലെ രാജിവെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഹൊസ്വ ബേറു പുറത്തായി. ഇതോടെ ഫ്രഞ്ച് സർക്കാർ താഴെ വീണു. 194 MPമാർ അനുകൂലിച്ചപ്പോൾ 364 വോട്ടുകൾ എതിരായി. ശ്രീത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസിൽ തത്സമയം ചെയ്തു. ശ്രീത്ത്, അസ്ഥേ സർക്കാർ എന്ന വിശേഷണം ഫ്രഞ്ചിലെ സർക്കാരുകൾക്കുണ്ട്. അത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഒരു പ്രധാനമന്ത്രി കൂടി അവിടെ പുറത്താകുന്നത്. എന്താണ് ഇതിന് കാരണം? പാർലമെന്റിൽ നിന്ന് സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ 9 മാസത്തിനിടെ 2ാം തവണയാണ് ഒരു പ്രധാനമന്ത്രി ഫ്രാൻസിൽ രാജിവെച്ചൊഴിയേണ്ടി വരുന്നത്. കഴിഞ്ഞ 20 മാസം അത് കണക്കിലെടുക്കുമ്പോൾ 20 മാസത്തിനിടെ 5 പേരാണ്. ഇനിയൊരു പ്രധാനമന്ത്രി വരികയാണെങ്കിൽ 5ാമത്തെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വേണം വരേണ്ടത് കണക്കാക്കാൻ. അങ്ങനെ വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഫ്രാൻസിനെ പിടിമുറുക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിന് കാരണമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഒരുപക്ഷേ ഫ്രാൻസിന് സമീപകാലത്തൊന്നും ഫ്രാൻസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയോടെയാണ് ഫ്രാൻസ് കടന്നു പോകുന്നത്. കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഈ 2025 ആദ്യ പാദത്തിൽ അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഫ്രാൻസിന്റെ പൊതുകടം ഏതാണ്ട് 3.34
1.34 ട്രില്യൺ യൂറോ ആണ് ഫ്രാൻസിന്റെ പൊതുകടം. അതായത് അവിടുത്തെ GDP-യുടെ ഏതാണ്ട് 114% വരെ അത് അവരുടെ പൊതുകടമായി ഉയർന്നു കഴിഞ്ഞു. ആ കടം തീർക്കുന്നതിനാണ് സംസ്ഥാനത്തിന്റെ ഫ്രാൻസിന്റെ ഏതാണ്ട് 7% വരുന്ന സാമ്പത്തികം അല്ലെങ്കിൽ പണം ഉപയോഗിക്കുന്നത് ഈ കടം തീർക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിനെ വിഴുങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും ഈ കഴിഞ്ഞ ഏതാണ്ട് 20 മാസമായി ഫ്രാൻസിൽ ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും ഓരോ പ്രധാനമന്ത്രിമാർ മാറി വരുമ്പോഴും അവർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്കും ഒരു സർക്കാരിനും അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് അവർക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഹോസ്വ ബെയ്റു പോലും അദ്ദേഹത്തിന്റെ പദ്ധതിയായിരുന്ന ഏതാണ്ട് 51 ബില്യൺ യൂറോ കൊണ്ടുവന്ന് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാമെന്ന നിർദ്ദേശം ഇപ്പോൾ പാർലമെന്റ് തള്ളുകയായിരുന്നു. അത് തള്ളിയതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് 394 എംപിമാർ, അതായത് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഇടത് വലത് എംപിമാർ ചേർന്നുകൊണ്ട് 394 എംപിമാർ ചേർന്നാണ് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പുറത്താകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നാളെ അദ്ദേഹം രാജിവെക്കും. ഈ രാജിവെക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് അപ്പുറം പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ കൂടി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം ഇമ്മാനുവൽ മക്രോണിന്റെ നോമിനിയാണ് ഇപ്പോൾ കഴിഞ്ഞ 20 മാസത്തിനിടയിൽ വന്ന 5 പ്രധാനമന്ത്രിമാരും ഇമ്മാനുവൽ മക്രോണിന്റെ പ്രതിനിധിമാരാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് മക്രോണിനും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഫ്രാൻസിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തീവ്ര വലതുപക്ഷ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മാരൻ ലീ പെൻ എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം അടിയന്തരമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം, പുതിയൊരു സർക്കാർ വരണം, പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരണം. ഈ സർക്കാരിനും ഇമ്മാനുവൽ മക്രോൺ നയിക്കുന്ന സർക്കാരിനും നേതൃത്വത്തിനും പാർട്ടിക്കും ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന ആരോപണം തീവ്ര വലതുപക്ഷ പാർട്ടി ഉയർത്തി കഴിഞ്ഞു. എന്തായാലും ഫ്രാൻസിൽ പുതിയ സർക്കാർ വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്. ബെയ്റു ഇന്നലെ രാജിവെക്കാനുള്ള മെയിൻ റീസൺ ഫ്രാൻസ് വമ്പൻ സാമ്പത്തിക ക്രൈസിസിലൂടെയാണ് പോകുന്നത്. അതായത് കിട്ടുന്നതിൻ്റെ പൊതുകടം അത്രയും ഫ്രാൻസിൻ്റെ പൊതുകടം GDP-നേക്കാൾ മേലോട്ട് പോയി. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഫ്രാൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 20 മാസത്തിൻ്റെ ഇടയ്ക്ക് 4ാമത്തെ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിൽ നിന്ന് രാജിവെക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട രാജ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യ പുതിയ ടേംസിൽ പുതിയ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയുടെ സാധനങ്ങൾ അങ്ങോട്ട് അയച്ചിട്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതായിരുന്നു അടുത്ത നമ്മുടെ ഗോദി മീഡിയയിലും മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വന്നിട്ടുള്ള വാർത്ത. അതും മുഞ്ചി. ഇത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, അതൊന്നും പുറത്തോട്ട് കൊണ്ടുവരാറില്ല. നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തോട്ട് കൊണ്ടുവരാറില്ല. കൊണ്ടുവന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോദിജി മുഞ്ചും. അതുകൊണ്ട് മാത്രമാണ്. കാരണം ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഫ്രാൻസിലുള്ള പ്രധാനമന്ത്രി, അതായത് അവിടെ പ്രസിഡന്റ് നമുക്കറിയാം, ഇമ്മാനുവൽ മാക്രോൺ ആണ് പ്രസിഡന്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ പാർട്ടി ആണ് ഈ പറഞ്ഞ കഴിഞ്ഞ 20 മാസത്തിൻ്റെ ഇടയ്ക്ക് വന്ന 4 പ്രധാനമന്ത്രിമാരും. അപ്പോൾ 4 പ്രധാനമന്ത്രിമാരും അവിശ്വാസ പ്രമേയം നേരിട്ട് ഔട്ടായിട്ടുണ്ടെങ്കിൽ അടുത്തത് ഔട്ടാവാൻ പോകുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആയിരിക്കും, നമ്മുടെ മോദിജിൻ്റെ അടുത്ത മറ്റൊരു ഫ്രണ്ട്. നമ്മൾ പല ടേംസും സംസാരിച്ച് വെക്കാൻ വേണ്ടി നിൽക്കുന്ന അടുത്ത ഫ്രണ്ട്. അപ്പോൾ പുള്ളിയും കൂടെ മുഞ്ചി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫ്രാൻസിൽ അടുത്തത് വരാൻ പോകുന്ന അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് വരാൻ പോകുന്നത്. അത് തന്നെയാണ് ജപ്പാനിൽ നടക്കുന്നത്. നെക്സ്റ്റ് അവിടെ വരാൻ പോകുന്നത് അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. അതായത് ഈ വലതുപക്ഷ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി വന്നു കഴിഞ്ഞാൽ, അവർ ഡെമോക്രാറ്റ്സ് പോയിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തീവ്ര വലതുപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന, അല്ലെങ്കിൽ ട്രംപിനെ പോലെ തന്നെ ട്രംപിൻ്റെ കൂടെ നിന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. ട്രംപ് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന, അമേരിക്ക പറഞ്ഞത് കേട്ട് അമേരിക്കക്ക് വേണ്ടി താളം തുള്ളി ജീവിക്കുന്ന പാർട്ടികളിൽപ്പെട്ട ഈ തീവ്ര വലതുപക്ഷ പാർട്ടിയിലെ അടുത്ത ആളുകൾ ഇവിടുത്തെ പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിമാരായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പണി കിട്ടുന്ന ആർക്കാണ് നമുക്ക്. നമ്മൾ ഇവരൊക്കെ കണ്ട് ജപ്പാൻ നമുക്ക് തരും, ഫ്രാൻസ് നമുക്ക് തരും, അവർ നമുക്ക് തരും, ഇവർ നമുക്ക് തരും, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അമേരിക്കക്കെതിരെ എന്നൊക്കെ വെറുതെ നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയ ചുമ്മാ കാണിച്ചു തരുന്നതാണ്. ഓൾറെഡി നമ്മൾ പോയി പെട്ടു, നമ്മൾ അമേരിക്കൻ്റെ ട്രാപ്പിൽ നമ്മൾ പെട്ടു. അത് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു പൊട്ടത്തരം. ഇത്രയും കാലം എന്തോ ഭാഗ്യത്തിൽ തട്ടിമുട്ടി നമ്മൾ ഇവിടം വരെ എത്തി. ഇനി ഇവിടെ നമ്മുടെ കൈ വിട്ടു പോണ കാര്യങ്ങളാണ് ഇനി ഇവിടെ നിന്ന് കാണാൻ പോകുന്നത്. ചൈനയിൽ നമ്മൾ പോയിട്ട് എന്താ ഉണ്ടായത്? ബോർഡറിൻ്റെ ഇഷ്യൂസ് വല്ലതും പറഞ്ഞ് തീർത്തോ? ഒന്നും ആയിട്ടില്ല. നമ്മുടെ വല്ല ട്രേഡിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ടോ? ഒന്നും ആയിട്ടില്ല. കാരണം നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് സാധനങ്ങൾ ഏതായാലും അയക്കാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാം ഉണ്ട്, എല്ലാ അവരുടെ പ്രൊഡക്ഷൻസ് ആണ്. അവരായിരിക്കും നമ്മുടെ അതായത് ഇമ്പോർട്ട് കൂട്ടിയിട്ട് ആരും GDP-നെ തകർക്കാൻ നിൽക്കില്ല. അവരെ എക്സ്പോർട്ട് ചെയ്യാൻ തന്നെ നോക്കുന്നുള്ളൂ. നമ്മൾ അവിടുത്തെ സാധനം കൂടി ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ ഇവിടുത്തെ സാധനങ്ങൾ നമ്മുടെ തുണിത്തരങ്ങളോ ഗാർമെൻറ്റ്സ്, അതുപോലെ ഓർണമെൻറ്റ്സ്, ഗാർമെൻറ്റ്സ്, പിന്നെ എന്തൊക്കെയുള്ളത്, സീ ഫുഡ്സ്, ഇതൊന്നും നമ്മൾ അങ്ങോട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് എല്ലാം അവിടെ ഉണ്ട്. അവർ ഇങ്ങോട്ടേ തള്ളാൻ പോകുന്നുള്ളൂ ഈ സാധനങ്ങളൊക്കെ. ഇപ്പോഴും അതിനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ
മോദിജിനെ താങ്ങി നടന്ന് അല്ലെങ്കിൽ നമ്മളെന്തോ എത്തും നമ്മളെത്തും പടുകുഴിയിൽ നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്ത്യയിലോട്ട് 1-2 ടേമിലോട്ട് വരാൻ പോവാണ്. ഇതൊക്കെ മനസ്സിലൊന്ന് കരുതി കൂട്ടിയിരിക്കുന്നത് നല്ലതാണ്. വെറുതെ മോദി സ്തുതി പാടി വെറുതെ ഉള്ള വായിലെ വെള്ളം വറ്റിച്ച് നിങ്ങളുടെ എന്താ പറയുക എനർജി തീർക്കരുത് എൻ്റെ പൊന്നു സംഖ്യക്കുട്ടന്മാരെ എന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഈ പറഞ്ഞ ഗോദി മീഡിയയിലും കാണുന്നതല്ല വേൾഡിൽ നടക്കുന്ന ന്യൂസ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജപ്പാനിൽ എന്ത് സംഭവിച്ചു, ഫ്രാൻസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം വെറുതെ വന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുരയ്ക്കാൻ കേട്ടല്ലോ. ഇത് കുരയ്ക്കുന്ന എല്ലാ പട്ടികൾ കൊണ്ടും ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം സംഖ്യക്കുട്ടന്മാർ ഒന്ന് റെഡി ആയിട്ടിരിക്കുക. പലതും ഇനി ഇവിടെ അങ്ങോട്ട് പല ന്യൂസുകളും വരാനുണ്ട്. അതൊക്കെ കേൾക്കാൻ കൽപ്പോട് കൂടിയിട്ട് ഇരുന്നോളുക.